എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ശേഖരത്തിൽ നിന്നുള്ള ജെയ്ഡ് ബോൺസായി മരങ്ങളെ പരിചയപ്പെടുത്താം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ബോൺസായി വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു മരമാണ് ജെയ്ഡ്. ഒരു ജെയ്ഡ് ബോൺസായി മരം കൈവശമുണ്ടെങ്കിൽ സമ്പത്തും സൗഭാഗ്യവും നിങ്ങളെ തേടിയെത്തും എന്ന ഒരു വിശ്വാസവും പരക്കെയുണ്ട്. അതുകൊണ്ടാണ് മണി ട്രീ, ലക്കി ട്രീ എന്നീ പേരുകളിലും ഈ മരം അറിയപ്പെടുന്നത്. ജെയ്ഡ് ബൈ ദ ഡോർ, പുവർ നോ മോർ എന്ന് ഈ മരത്തിനെക്കുറിച്ച് ഒരു ചൊല്ലു തന്നെയുണ്ട്. വാസ്തുശാസ്ത്രം, ഫെങ് ഷൂയി എന്നിവയെല്ലാം ഒരു ജെയ്ഡ് ബോൺസായി വീട്ടിൽ വളർത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വാസ്തുവിദ്യയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ജെയ്ഡ് മരങ്ങൾ ധാരാളമായി വളർത്തുന്നുണ്ട്. ഹൃദയാകൃതിയും തിളക്കവുമുള്ള ചെറിയ ഇലകൾക്ക് ജെയ്ഡ് എന്ന ഭാഗ്യരത്നത്തോട് വളരെ സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ മരത്തിന് ജെയ്ഡ് എന്ന പേര് ലഭിച്ചത്. ഫെങ് ഷൂയിയിൽ ജെയ്ഡ് ചെടിയുടെ വൃത്താകൃതിയിലുള്ള ഇലകൾ നാണയങ്ങളോട് സാമ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇത് സമ്പത്ത്, സമൃദ്ധി, ഭാഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും ഈ ചെടി വീട്ടിലും ഓഫീസിലുമൊക്കെ മണി കോർണറിൽ വയ്ക്കാറുണ്ട്. ചുരുക്കത്തിൽ ജെയ്ഡ് ചെടി സൗന്ദര്യമുള്ളതും പ്രതീകാത്മകമായി പ്രാധാന്യമുള്ളതുമായ ചെടിയാണ്. ജെയ്ഡ് കുടുംബത്തിൽപ്പെട്ട ധാരാളം മരങ്ങളുണ്ടെങ്കിലും ചെറിയ ഇലകളോടും മനോഹരമായ ശിഖരങ്ങളോടും കൂടിയ പോർട്ടിലാക്കെറിയ അഫ്ര എന്ന മരമാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. അല്പം വലിയ ഇലകളോട് കൂടിയ ക്രസൂല ഒവേറ്റ എന്ന ജെയ്ഡ് മരവും ബോൺസായി വളർത്തലിനായി ഉപയോഗിക്കാറുണ്ട്. ആഫ്രിക്കൻ കാടുകളിൽ ധാരാളമായി കണ്ടുവരുന്ന ജെയ്ഡ് മരങ്ങൾ ആനകളുടെ ഇഷ്ടഭക്ഷണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മരത്തിന് എലിഫന്റ് ബുഷ് എന്ന പേര് കൂടിയുണ്ട്. മറ്റ് മരങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാമെന്നതാണ് ജെയ്ഡ് ബോൺസായി മരത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ തൈകൾ നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ നഴ്സറികളിലും വാങ്ങാൻ കിട്ടും. കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് ജെയ്ഡ് മരത്തിൻ്റെ തൈകൾ വളർത്തിയെടുക്കാം. മുറിച്ച കമ്പുകൾ കുറച്ച് ദിവസത്തേക്ക് ഉണങ്ങാൻ അനുവദിച്ച ശേഷം നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ നടുക. സാധാരണയായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വേരുകൾ വളരാൻ തുടങ്ങും. വെള്ളം കെട്ടി നിൽക്കാത്ത സക്യുലൻ്റ് അല്ലെങ്കിൽ കാക്ടസ് ചെടികൾക്കുള്ള പോട്ടിംഗ് മിക്സ് ഇതിനായി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാധാരണ മണ്ണിൽ പെർലൈറ്റ് അല്ലെങ്കിൽ മണൽ എന്നിവ ചേർത്ത് നീർവാർച്ച മെച്ചപ്പെടുത്താം. ദിവസവും 4 മുതൽ 6 മണിക്കൂർ വരെ തെളിച്ചമുള്ള നേരിട്ടല്ലാത്ത സൂര്യപ്രകാശം ജെയ്ഡ് ചെടിക്ക് ആവശ്യമാണ്. ഉച്ച സമയത്തുള്ള വെയിൽ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ്, ഇലകൾക്ക് പൊള്ളലേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. സക്യുലൻ്റ് ചെടി ആയതുകൊണ്ട് ഇവയുടെ മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം മാത്രം നനച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചെടിക്ക് നല്ല രൂപം നൽകാനും പുതിയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും പ്രൂണിംഗ്, വയറിംഗ് എന്നിവ സഹായിക്കും. സക്യുലൻ്റ് മരമായതിനാൽ സോഫ്റ്റായിട്ടുള്ള കമ്പികൾ ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ വേണം വയറിംഗ് ചെയ്യാൻ. സ്നേക്ക് പ്ലാന്റ്, ഫൈക്കസ് ബെഞ്ചാമിന എന്നീ ഇൻഡോർ പ്ലാന്റ്സ് പോലെ ബെൻസീൻ, ഫോർമാൽഡിഹൈഡ് തുടങ്ങിയ വിഷവസ്തുക്കളെ നീക്കം ചെയ്തുകൊണ്ട് വീട്ടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ ഈ ചെടി സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ജെയ്ഡ് ബോൺസായി മരം വളർത്തുന്നതിനെപ്പറ്റി നിങ്ങൾക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഭാഗ്യം നിങ്ങളെ തേടിയെത്തട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു.